നമസ്കാരം. ആദ്യ തവണ തന്നെ എം.എൽ.എ. ആയ ഋതബ്രത ബാനർജിയാണ് ബംഗാളിലെ പ്രതിപക്ഷ നേതാവ്. തൃണമൂൽ പിളർത്തിയാണ് ഋതബ്രത തീർത്തും അവിശ്വസനീയമായ നീക്കത്തിലൂടെ പ്രതിപക്ഷ നേതാവായത്. തൃണമൂലിൽ നിന്നും പുറത്താക്കപ്പെട്ട ആളാണ് പാർട്ടിയിലെ 80 എം.എൽ.എമാരിൽ 60 പേരെയും ഒപ്പം കൂട്ടി ഈ സ്ഥാനം നേടിയത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. മമതയുടെ പാർട്ടി പിളർത്തിയതിന്റെ പേരിൽ ഏറ്റവും ദുഃഖിതയാകേണ്ടത് മമതാ ബാനർജി ആണെങ്കിലും ഇത് ഏറ്റവും വലിയ തിരിച്ചടിയാവുന്നത് CPM-നാണ്. ആഡംബര ശൈലി പിന്തുടരുന്നു എന്ന് ആരോപിച്ച് CPM 2017 പുറത്താക്കപ്പെട്ട നേതാവാണ് ഇപ്പോൾ ബംഗാളിലെ പ്രതിപക്ഷ നേതാവ്. CPM-ന്റെ ബംഗാളിലെ ഏറ്റവും ശ്രദ്ധേയമായ മുഖമായിരുന്നു ഋതബ്രത. ഒരുപക്ഷെ ബുദ്ധദേവ് ഭട്ടാചാര്യക്ക് ശേഷം CPM-ന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആകേണ്ടുന്ന നേതാവ്. CPM ആണെങ്കിൽ ബംഗാളിൽ തകർന്നടിഞ്ഞ നിലയിലും പതിറ്റാണ്ടുകൾ ബംഗാൾ ഭരിച്ച CPM-ന് ആകെ ഒരു സീറ്റ് മാത്രമാണ് ഇക്കുറി ലഭിച്ചതും. എന്നാൽ ഋതബ്രത CPM-ന്റെ ബന്ധശത്രുവായ തൃണമൂൽ കോൺഗ്രസിനെ തന്നെ പിളർത്തി പ്രതിപക്ഷ നേതൃസ്ഥാനം നേടി. CPM-ന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഋതബ്രത നൽകിയതും. CPM ജനറൽ സെക്രട്ടറി ആയിരുന്ന സീതാറാം യെച്ചൂരിക്ക് ഏറ്റവും പ്രിയങ്കരനായ നേതാവ് കൂടിയായിരുന്നു ഋതബ്രത. മമത മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ മമതയുടെ ദക്ഷിണ കൊൽക്കത്ത ലോക്സഭാ സീറ്റിൽ CPM-ന്റെ സ്ഥാനാർത്ഥി ഋതബ്രതയായിരുന്നു. SFIയുടെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിരുന്ന ഋതബ്രതയെ 2014 CPM രാജ്യസഭയിൽ എത്തിച്ചു. 34-ാം വയസ്സിലാണ് ആദ്യമായി MP ആയത്. 2017-ലാണ് CPM പുറത്താക്കിയത്. കാരണമോ ഏറ്റവും വിചിത്രവും. ഋതബ്രതയുടെ ആഡംബര ജീവിതശൈലി എന്നാണ് CPM ആരോപിച്ചത്. വില കൂടിയ വാച്ച് കയ്യിൽ കെട്ടുന്നു, വില കൂടിയ വസ്ത്രങ്ങൾ അണിയുന്നു എന്നൊക്കെയായിരുന്നു ആരോപണങ്ങൾ. മോൺ ബ്ലാങ്ക് പേനയും ആപ്പിൾ വാച്ചും ധരിച്ചതും ചോദ്യം ചെയ്യപ്പെട്ടു. CPM നേതാക്കൾ വില കൂടിയ വാച്ച് ധരിക്കുകയും മൊബൈൽ ഉപയോഗിക്കുകയും ഗൾഫിൽ പോവുകയും പഞ്ചനക്ഷത്ര ഹോട്ടലിൽ താമസിക്കുകയും അമേരിക്കയിലും ലണ്ടനിലുമൊക്കെ ചികിത്സയൊക്കെ നടത്തുകയും ഇറക്കുമതി മാത്രം നടത്തിയ വിദേശ മദ്യം കുടിക്കുകയും ചെയ്തപ്പോൾ തന്നെയായിരുന്നു ഋതബ്രതയെ CPM ആരോപണ ശരങ്ങൾ കൊണ്ട് കുളിപ്പിച്ചതും. ഒരു അഭിമുഖത്തിൽ പ്രകാശ് കാരാട്ടിനെയും വൃന്ദയെയും വിമർശിച്ചപ്പോൾ നടപടി അനിവാര്യവുമായി. 2017 സെപ്റ്റംബറിൽ ഋതബ്രതയെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് തന്നെ CPM പുറത്താക്കി. 2018-ലാണ് ഋതബ്രത തൃണമൂൽ കോൺഗ്രസിൽ ചേരുന്നത്. 2024 രാജ്യസഭയിലേക്ക് TMCയും ഋതബ്രതയെ എത്തിച്ചു. ഒപ്പം നിയമസഭാ സീറ്റും തൃണമൂൽ തന്നെ നൽകി. എന്നാൽ മമതയെ അംഗീകരിക്കുന്നെങ്കിലും അഭിഷേക് ബാനർജിയെ ഋതബ്രത അംഗീകരിച്ചില്ല. ഇതിനെ തുടർന്ന് വന്ന പ്രശ്നങ്ങളെ തുടർന്നാണ് തൃണമൂൽ ഋതബ്രതയെ പുറത്താക്കിയത്. എന്നാൽ തന്നെ പുറത്താക്കിയ CPM-നും തൃണമൂലിനും നൽകാവുന്നതിൽ ഏറ്റവും മികച്ച പണി നൽകിയാണ് ഋതബ്രത പ്രതിപക്ഷ നേതാവായത്. ഇനി എന്താകും ഋതബ്രതയുടെ നീക്കങ്ങൾ എന്നാണ് തൃണമൂലും CPM-ഉം ഇപ്പോൾ ഉറ്റുനോക്കുന്നതും.